ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കൂട്ടുകാരെ, ടോമോയിലെ കായികമേള അല്ലേ. അപ്പോൾ ടോമോയിലെ കായികമേള എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. വായിക്കാം, കണ്ടെത്താം, എഴുതാം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് കൂട്ടുകാരെ സവിശേഷതകൾ? പണം കൊടുത്തു വാങ്ങുന്ന സാമഗ്രികളെയൊന്നും സഹായമില്ലാതെയാണ് കൊബായാഷി മാസ്റ്റർ സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചത് അല്ലേ. കൊബായാഷി മാസ്റ്റർ കായികമേള സംഘടിപ്പിച്ചത്. വിദ്യാലയ ചുറ്റുപാടുകളെ തന്നെ കായികമേളയ്ക്ക് വേണ്ടി സർഗാത്മകമായി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. എന്താണ്? വിദ്യാലയ ചുറ്റുപാടുകളെ തന്നെ കായികമേളയ്ക്ക് വേണ്ടി സർഗാത്മകമായിട്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇത് സവിശേഷതകളല്ല. അപ്പോൾ ഈ സവിശേഷതകളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, then ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ആ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്? എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്, അതുപോലെ തന്നെ കൊബായാഷി മാസ്റ്ററുടെ ഇത്തരം സവിശേഷതകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാനല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. ചുറ്റുപാടുകളുമായി ബന്ധമുള്ളവരായതിനാൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഈ പരിപാടികളിൽ പങ്കെടുക്കുവാനും മികവുകൾ തെളിയിക്കുവാനും കഴിഞ്ഞു. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ മാറ്റി നിർത്താറില്ല. റഫറിയാകുന്നതിലൂടെ മത്സരത്തിൽ കൂടുതൽ നിയന്ത്രണ അധികാരവും പങ്കാളിത്തവും അവർക്ക് ലഭിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. രസികൻ പ്രയോഗങ്ങൾ എന്നുള്ളതാണ് അല്ല അടുത്ത പ്രവർത്തനം. നമുക്ക് നോക്കൂ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെയാണത്? മിന്നൽ വേഗത്തിൽ തക്കാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. അടിവരയിട്ട ഭാഗം നോക്കൂ കൂട്ടുകാരെ. എന്താണ്? മിന്നൽ വേഗത്തിൽ അല്ലേ. അതായത് മിന്നൽ വേഗത്തിൽ എന്നുള്ള വേർഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലൊരു വാക്യം കൂടി നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, നോക്കാം. കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അപ്പൊ അവ കണ്ടെത്തി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലുള്ള പ്രയോഗങ്ങൾ എടുത്തെഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിക്കുക എന്ന പ്രയോഗത്തിന് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം എന്താണ്? ബുദ്ധിമുട്ടുക എന്നതാണല്ലേ. ആഴത്തിൽ മുങ്ങിപ്പോകുമ്പോൾ രക്ഷയില്ലാതെ വരുന്ന അവസരത്തിൽ വെള്ളം കുടിച്ചു പോകുന്നു. ഈ അർത്ഥത്തിൽ അല്ലാതെ പ്രയാസപ്പെടുക എന്ന ആശയത്തിലൂന്നിയാണ് വെള്ളം കുടിക്കുക എന്ന പ്രയോഗം ഇവിടെ രൂപപ്പെട്ടതല്ലേ. വെള്ളവുമായോ വെള്ളം കുടിക്കുന്നതുമായോ ബന്ധമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഈ ശൈലി പ്രയോഗിക്കുന്നത് സന്ദർഭത്തിലെ ഏറ്റവും കൃത്യമായ ആശയം എത്തിക്കുന്നതിനാണല്ലേ. അപ്പൊ കൂടുതൽ വാക്കുകൾ ഇങ്ങനെ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഏതൊക്കെ എഴുതാം? പ്രയാസപ്പെടുക, വെള്ളം കുടിക്കുക, നട്ടം തിരിയുക, അടിപൊളി, തേച്ചിട്ട് പോയി, ചെത്തി നടക്കുക, ഭയങ്കരം, അസാധ്യം. ഈ വേർഡ്സ് ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിട്ടുണ്ട്. നോക്കൂ, ഒരു അപൂർവത എന്ന് പറയുമ്പോൾ ഒരു എന്ന വേർഡും നൽകിയിട്ടുണ്ട് അതിൽ. അതുപോലെ തന്നെ അപൂർവത എന്ന വേർഡും കൂടിയിട്ട് ഒരുമിച്ചാണ് എന്തായിട്ടുള്ളത്? ഒരു അപൂർവത എന്ന വാക്കായതല്ലേ. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ ആക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം. അപ്പം നമ്മൾ ഒരു അപൂർവത, അതിന് ഒരു അപൂർവത എന്നിങ്ങനെ എഴുതിയില്ലേ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലത്തെ വേർഡ്സ് കണ്ടെത്തി അവയെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വാക്കാക്കി എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം? 3 കാലിൽ ഓട്ടം. അപ്പം അതെങ്ങനെ എഴുതാം? 3 കാലിൽ ഓട്ടം അല്ലേ. രണ്ട് വാക്കാക്കുമ്പോൾ 3 കാലിൽ ഓട്ടം. കായിക മേളയ്ക്കുണ്ടായിരുന്നു. കായിക, നെക്സ്റ്റ് വേർഡ് മേളയ്ക്കുണ്ടായിരുന്നു. പങ്കെടുക്കാൻ ആവാത്ത. ഊഴം അവസാനിച്ചു. ഊഴം അവസാനിച്ചു. ഇങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങൾ രണ്ട് വാക്കാക്കിയിട്ട് ഇതുപോലത്തെ വേർഡ്സിനെ എഴുതുക. ഓക്കെ,
നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? മത്സരങ്ങളില്ലാത്ത കളികൾ അല്ലേ. ടോമോയിലും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കായികമേളയ്ക്കും മറ്റു പല കളികളും മത്സരങ്ങളുമാണ്. അവയിൽ ജയവും എന്തുണ്ട്? യെസ്, തോൽവിയുമുണ്ട് അല്ലേ. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? യെസ്, എന്താണ് ഇവിടെ പറയുന്നത്? ജയവും തോൽവിയും ഇല്ലാത്ത കളി എന്നത് എത്ര മനോഹരമായ ആശയമാണല്ലേ. ആരും വിജയിക്കുന്നവനോ തോൽക്കുന്നവനോ ആകുന്നില്ല എന്നുള്ളതാണ് ഈ കളിയുടെ പ്രത്യേകത അല്ലേ. ഒരുമിച്ച് സന്തോഷിക്കുക എന്നതിലുപരി വിജയിക്കുന്നവനുള്ള സന്തോഷവും അതുപോലെ തന്നെ എന്താണ്? തോൽക്കുന്നവന്റെ പിടച്ചിലും ജീവിതത്തിൽ അനിവാര്യമല്ല എന്ന തിരിച്ചറിവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം കളികളിലൂടെ നടക്കുന്നു. പ്രാദേശികമായ നിലയിലുള്ള കളികൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ കളിച്ചു നോക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.